നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കപ്പാസിറ്റേഴ്സിൻ്റെ തിയറി പാർട്ട് കഴിഞ്ഞു, അതിൻ്റെ ജനറൽ ഇക്വേഷൻസ് കഴിഞ്ഞു. അത് നമ്മൾ ഇനി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയാണ്. ഏതാണ്ട് ഒരു 35-36 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നീറ്റിൻ്റെയും ജെയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ജെയുടെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നില്ല, ഒരു നീറ്റിൻ്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുക. ഹയർ ലെവൽ തിങ്കിങ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഹയർ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ, അതായത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കാണാൻ മാത്രമായിട്ട് നിങ്ങൾ വീഡിയോ കാണരുത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തിയറി പാർട്ടും അതിൻ്റെ ജനറൽ ഇക്വേഷൻസും നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് വരിക. അതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പം ആകുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കളയാം. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ഷോൺ ഇൻ ദ ഫിഗർ ഈസ്. ഇത് നമ്മുടെ നീറ്റ് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അത് വേറൊന്നുമില്ല. ഇവിടെ ദീസ് ആർ ദ 2 പോയിന്റ്സ് എ ആൻഡ് ബി. എയും ബിയും ആണെന്നുണ്ടെങ്കിൽ ദ 2 പോയിന്റ്സ് ഓഫ് ദിസ് കപ്പാസിറ്റർ ആർ ഡയറക്ട്ലി കണക്റ്റഡ് ബി. രണ്ടുപേരെയും ബിയിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ രണ്ട് ജംഗ്ഷനുകളും ബിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ദാറ്റ് മീൻസ് ഈ കപ്പാസിറ്ററിന് എഫക്റ്റ് ഇല്ല, ബിക്കോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. കപ്പാസിറ്റി എഫക്റ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. ഹിയർ പൊട്ടൻഷ്യൽ ഓഫ് ദിസ് സൈഡ് ഈസ് ഈക്വൽ ടു ഇവിടത്തെ പൊട്ടൻഷ്യൽ, ഇവന്റെ പൊട്ടൻഷ്യൽ ഇവിടത്തെ പൊട്ടൻഷ്യൽ. Therefore here these two sides of that capacitor is directly connected to B. Therefore the capacitor, this capacitor C has no effect. Therefore these two capacitors are in parallel. Therefore effective capacity is equal to 2C. W കിടപ്പുണ്ടോ നോക്കണ്ട. That is it is equal to 2C. This is the answer. Next question ആത്തേക്ക് നമുക്ക് question number 2. A parallel plate capacitor has a uniform electric field in the space between the plates. If the distance between the plates is D and the area of each plate is A, the energy stored in the capacitor is. ഒന്നുമില്ല, നമ്മൾ എനർജി ഡെൻസിറ്റി നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ വോളിയം കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനർജി സ്റ്റോർഡ് ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ഇൻറ്റു വോളിയം. വോളിയം ഓഫ് ദ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു AD. Therefore ആൻസർ ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ AD. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് അതിൻ്റെ ആൻസർ. അതും നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നീറ്റ് രണ്ട് ക്വസ്റ്റ്യനും കപ്പാസിറ്റി ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് പോകും. ക്വസ്റ്റ്യൻ നമ്പർ 3. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 3? പോളാർ മോളിക്യൂൾസ് ആർ ദ മോളിക്യൂൾസ്. എന്താ നമ്മുടെ പോളാർ മോളിക്യൂൾസ്? എന്താ? ദാറ്റ് ഈസ് ഡൈഇലക്ട്രിക്. നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പോളാർ ഡൈഇലക്ട്രിക് ആൻഡ് നോൺ പോളാർ പോളാർ ഡൈഇലക്ട്രിക് എന്ന് പറയുമ്പോൾ there is a permanent, അല്ലെങ്കിൽ there is an already the center of the positive charge and negative charges are already separated. അതാണല്ലോ പോളാരിറ്റി ഉള്ളത്. അപ്പോൾ ഇതൊരു ഡൈപോൾ മൊമെന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അവരൊരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. നോക്കുക, അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഹാവിങ് എ പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ദാറ്റ് ഈസ് ആൻസർ. ആദ്യത്തെ ഹാവിങ് സീറോ ഡൈപോൾ മൊമെന്റ് തെറ്റ്. അക്വയർ ഡൈപോൾ മൊമെന്റ് ഒൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക്. അത് നോൺ പോളാർ ആണ്. ഇത് രണ്ടും നോൺ പോളാർ ഡൈഇലക്ട്രിക്കിന്റെ ക്വാണ്ടിറ്റി പ്രോപ്പർട്ടിയാണ്. അക്വയർ ഡൈപോൾ മൊമെന്റ് ഒൺലി ഇവൻ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആബ്സെന്റ്. അങ്ങനെയില്ല. അപ്പൊ ഇത് രണ്ടും ഡൈഇലക്ട്രിക്കിന്റെ നോൺ പോളാർ ഡൈഇലക്ട്രിക്കിന്റെ പ്രോപ്പർട്ടി ആണെന്ന് ഓർക്കുക. ഇതാണ് പോളാർ ഡൈഇലക്ട്രിക്കിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതാണ്. ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3. ഫോർത്ത് ക്വസ്റ്റ്യനകത്തേക്ക് നോക്കുക. Two charges spherical conductors of radii R1 and R2 are connected to by a wire. Then the ratio of the surface charge density of the sphere. ഇത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യലുമായിട്ട് കൂടി ചേർന്ന് കണക്ട് ചെയ്യുക. പക്ഷെ ഇവിടെ നമുക്ക് ഓർക്കേണ്ടുന്ന കാര്യം, രണ്ട് സ്പിയറുകൾ നമ്മൾ എടുത്തു. ഒരാളുടെ റേഡിയസ് R1 ആണ്, മറ്റേ ആളുടെ റേഡിയസ് R2 ആണ്. ഇവരുടെ ചാർജ് എത്രയാണ് നമുക്ക് പറയുന്നില്ല. സപ്പോസ് ഇറ്റ് ഈസ് Q1 ആൻഡ് Q2. ഇവർ രണ്ടുപേരെയും കൂടി നമ്മൾ അപ്പൊ എന്താ പറയുന്നത്? 2 ചാർജസ് പെർ കണ്ടക്ടേഴ്സ് റേഡിയസ് R1 കണക്ട് ബൈ ദെൻ ദ സർഫസ്. ഇവരെ രണ്ടുപേരെയും കൂടി നമ്മൾ ഒരു വയർ വെച്ച് നമ്മൾ കണക്ട് ചെയ്യുകയാണെന്ന് കരുതുക. കണക്ട് ചെയ്തതിന് ശേഷം ആലോചിക്കുക, കണക്ട് ചെയ്തു കഴിയുമ്പോൾ രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ സെയിം ആയിട്ട് മാറും. അപ്പോൾ ഇവരുടെ ചാർജ് നമുക്കറിയില്ല, നമുക്ക് പറയാം. അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. വെൻ ടു നമ്മൾ പഠിച്ചാണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. വെൻ ടു കണ്ടക്ടേഴ്സ് ആർ കണക്റ്റഡ് ബൈ എ വയർ ദെൻ ചാർജ് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ until their potentials are changed to a common value. ആ സമയത്ത് ഇയാളുടെ ചാർജ് Q1 ഉം ഇയാളുടെ ചാർജ് Q2 ഉം ആണെന്നിരിക്കട്ടെ.
അപ്പോൾ നമ്മൾ എഴുതും V and V are equal. That is 1 by ഇതൊന്നും എഴുതിക്കൊണ്ടിരിക്കരുത് ശരിക്കും 1 by 4 pi epsilon 0 Q1 by R1 is equal to 1 by 4 pi epsilon 0 into Q2 divided by R2. That is Q1 divided by Q2 is equal to R1 divided by R2. ഇത് ആദ്യമേ മനസ്സിലാക്കുക. ഇനി ഇവരുടെ സർഫസ് ചാർജ് ഡെൻസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് ഈക്വൽ ടു Q divided by 4 pi R square. Q R ആണ് മാർഗ. Therefore sigma 1 divided by sigma 2 it is directly proportional to Q by R square. That is 4 pi is a constant. Ratio എടുക്കുന്നതുകൊണ്ട് 4 pi വേണമെന്നില്ല. അപ്പോൾ sigma 1 by sigma 2 is equal to Q1 divided by Q2 into R2 divided by R1 the whole square. What is Q1 by Q2? R1 by R2. That is it is equal to R1 divided by R2 into R2 square divided by R1 square. Square ഇത് cancel ആയിപ്പോയി. Therefore sigma 1 divided by sigma 2 is equal to R2 divided by R1. This is the answer. Therefore answer is equal to R2 divided by R1. ഇതാണ് ആൻസർ. R2 ഡിവൈഡഡ് ബൈ R1. അതെല്ലാത്തിനകത്തും ബ്ലൂ കളർ കൊടുത്തിരിക്കുന്നു. അതല്ല, R2 ഡിവൈഡഡ് ബൈ R1 ആണ് അതിൻ്റെ ആൻസർ. R2 ഡിവൈഡഡ് ബൈ R1. ബാക്കിയെല്ലാം ബ്ലൂ കളർ കൊടുത്ത് അത് മൊത്തം പറ്റിയതാണ്. ദിസ് ഈസ് ദ ആൻസർ. R2 ഡിവൈഡഡ് ബൈ R1. നമ്മളിത് ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ പഠിച്ചപ്പോൾ ഞാൻ അവിടെയും ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യലിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾ ഈ കൺസെപ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ഒന്നുകൂടി ഇവിടെ എടുത്ത് ചെയ്തത്. When two conductors are connected by a wire, then charge flows from higher potential to lower potential until their potentials are changed to a common potential. A common potential ആണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അത് വെച്ചുകൊണ്ടാണ് നമ്മൾ അത് കണ്ടുപിടിക്കുക. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5th ക്വസ്റ്റ്യനകത്തേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. An air capacitor and identical capacitor filled with a dielectric medium of dielectric constant 5 are connected in series. അതായത് ഇങ്ങനെ ഒരു കപ്പാസിറ്റർ, അതുപോലെയുള്ള ഒരു ഐഡന്റിക്കൽ കപ്പാസിറ്റർ, പക്ഷെ അതിനകത്ത് ഒരു ഡൈഇലക്ട്രിക് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഡൈഇലക്ട്രിക് ഉണ്ട്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 5 ആണ്. അതിനകത്ത് ഒറ്റ കാര്യമേ മനസ്സിലാക്കാവുള്ളൂ. ഇവന്റെ കപ്പാസിറ്റി C ആണെങ്കിൽ ഇവന്റെ കപ്പാസിറ്റി 5C, KC. ഡൈഇലക്ട്രിക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ KC. ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു എ വോൾട്ടേജ് സോഴ്സ് ഓഫ് 12 വോൾട്ട്. ഇവരെ എടുത്ത് നമ്മളൊരു 12 വോൾട്ട് സോഴ്സുമായിട്ട് കണക്ട് ചെയ്തു. The follow potential across C1 and C2. ഇവന് കിട്ടുന്ന വോൾട്ടേജ് എത്ര? ഇവന് സിമ്പിൾ അല്ലേടേ, ഇത് 12 വോൾട്ട് ആണ്. ഇവന് കിട്ടുന്ന വോൾട്ടേജ് V1 is equal to അപ്ലൈഡ് വോൾട്ടേജ് ഇൻറ്റു മറ്റേ കപ്പാസിറ്റി 5C ഡിവൈഡഡ് ബൈ ടോട്ടൽ കപ്പാസിറ്റി C പ്ലസ് 5C. 6C എന്ന് എഴുതിയാൽ മതി. പിന്നെ 5 ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതുന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 വോൾട്ട്. അപ്പൊ ഇവന് കിട്ടുന്ന വോൾട്ടേജ് 10 വോൾട്ട്. ഇനി ഇവന്റെ വോൾട്ടേജ് V2 കണ്ടുപിടിക്കരുത്. ഉറപ്പായിട്ടും 12ൽ 10 പോയി കഴിഞ്ഞാൽ പിന്നീട് 2 വോൾട്ട്. അല്ലാതെ അവിടെ വീണ്ടും എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ 12 ഇൻറ്റു 10C ഡിവൈഡഡ് ബൈ 6C. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? ദിസ് ബൈ ദിസ് ഈസ് ഈക്വൽ ടു C ആണ്. 10C അല്ല C. ഇവന് കിട്ടുന്ന വോൾട്ടേജ് ഈസ് ഈക്വൽ അപ്ലൈഡ് വോൾട്ടേജ് ഇൻറ്റു മറ്റേ കപ്പാസിറ്റി C ഡിവൈഡഡ് ബൈ C പ്ലസ് 5C. ദാറ്റ് ഈസ് C പ്ലസ് 5C. അങ്ങനെ തന്നെ എഴുതുക. C പ്ലസ് 5C. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 വോൾട്ട്. അത് പക്ഷെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇവന്റെ വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇവന് പിന്നെ ആലോചിച്ച് നോക്കൂ. കപ്പാസിറ്റി റേഷ്യോ 1:5, വോൾട്ടേജ് റേഷ്യോ 5:1. തിരിച്ച് 1:5 കപ്പാസിറ്റി ആണെങ്കിൽ വോൾട്ടേജ് 5:1 ആയിരിക്കും. അതാണ് അതിന്റെ രസം. C1/C2 ആണെങ്കിൽ വോൾട്ടേജിന്റെ റേഷ്യോ C2/C1 ആയിരിക്കും. ഓപ്പോസിറ്റ് റേഷ്യോ കപ്പാസിറ്റേഴ്സ് ആയിരിക്കും. നോക്കൂ, ചാർജ് നോക്കൂ. C × 10, 10C. ഇവിടെ എത്ര തന്നെ വരും? 10C തന്നെ വരും. ചാർജ് രണ്ടുപേർക്കും സെയിം ആയിരിക്കണം. രണ്ടുപേർക്കും കിട്ടുന്ന ചാർജ് സെയിം ആയിരിക്കണം. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. Therefore answer is equal to 10 volt and 2 volt. This is the ratio of their voltages. റേഷ്യോ അല്ല, ഓരോരുത്തർക്കും കിട്ടുന്ന വോൾട്ടേജസ് അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 6. എന്താ പറഞ്ഞിരിക്കുക? If QF is the free charge on a capacitor on the capacitor plates and QB is the bound charge on the dielectric slab of dielectric constant K placed between the capacitor plate. The bound charge അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല ആയിട്ട് പഠിച്ചു വെക്കണം. നമ്മൾ ഏതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതായത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ഇവന് നമ്മൾ Q ചാർജും ഇവിടെ -Q ചാർജും വെച്ചിട്ട് ഇതിന്റെ ഇടയിൽ ഒരു ഡൈഇലക്ട്രിക് സ്ലാബിനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ
ഈ ഡൈഇലക്ട്രിക് സ്ലാബിനകത്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ചാർജ് ക്യൂ ഡാഷ് എത്ര എന്ന് ചോദിച്ചാൽ അതിനൊരു ആൻസർ ഉണ്ട്. ദാറ്റ് ഇൻഡ്യൂസ്ഡ് ചാർജ് ക്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 1 മൈനസ് 1/k. അത് പഠിച്ചു വെക്കണം, സ്റ്റാൻഡേർഡ് ആണ്, പഠിച്ചു വെക്കണം. Induced charge on a dielectric when it is placed between the plates of a parallel plate capacitor, that is q dash is equal to q into 1 minus 1/k, where q എന്ന് പറയുന്ന ചാർജ് ഓൺ ദ. ഇത് ഏത് ഇക്വേഷൻ പോലെയാണ് അറിയാമല്ലോ. ഒരു ഡൈഇലക്ട്രിക് സ്ലാബിനെ ഇതിന്റെ ഇടയിൽ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഇവന്റെ കപ്പാസിറ്റി മാറും. പുതിയ കപ്പാസിറ്റി ആണ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് മോഡ്? x is equal to t into 1 minus 1/k. അത് ഇത് ഒന്നിച്ചു പഠിക്കും. ഇവന്റെ കപ്പാസിറ്റി സി ആണ്. ഡൈഇലക്ട്രിക്കിനെ വെച്ചപ്പോൾ കപ്പാസിറ്റി കൂടി. പഴയ കപ്പാസിറ്റി ആക്കാൻ വേണ്ടി ഇവനെ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം? The distance moved by the plate to maintain the same capacity or same voltage, the distance moved x is equal to t into 1 minus 1/k, where t is the thickness of the slab. Slabന്റെ thickness t യും ഇവന്റെ dielectric constant k യും ആണെങ്കിൽ the distance moved to maintain the same potential or same capacity, the distance moved x is equal to t into 1 minus 1/k. അതുപോലെ when a dielectric slab is placed between the plates of a parallel plate capacitor and charge on the capacitor plate is equal to q. Capacitor plate ആയിട്ടുള്ള ചാർജ് q ആണെങ്കിൽ the charge induced in the dielectric slab is given by q dash is equal to q into 1 minus 1/k. Therefore here answer is equal to this. q is equal to q into 1 minus 1/k. അത് പഠിച്ചു വയ്ക്കുക, സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കുക. ദിസ് ഈസ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7. 7th ക്വസ്റ്റ്യനകത്തേക്ക് പോവാം. In the reported figure, the capacitor is formed by placing a compound dielectric between the plates of parallel plate capacitor. The expression for the capacity of the said capacitor will be. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. രണ്ട് രീതിയിൽ ആദ്യമേ ഞാൻ പറയുന്നതാണ് എളുപ്പമുള്ള രീതി ഞാൻ പറഞ്ഞുതരാം. ചില ക്വസ്റ്റ്യൻസ് പക്ഷേ നമുക്ക് അതിനേക്കാൾ മറ്റേത് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് രണ്ട് രീതിയും ഞാൻ പറഞ്ഞു തരാം. രണ്ടാമത്തെ രീതിയും കൂടി പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് രീതി ഇത്രയുമുണ്ട്. കപ്പാസിറ്റി സി when more than one dielectrics are placed in between the plates and completely filled. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ തിയറി പാർട്ടിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. Then the capacity C is equal to epsilon 0 A divided by T1 divided by K1 plus T2 divided by K2 plus T3 divided by K3. ഇവിടെ 3 പേരാണ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തു. അപ്പോൾ നമുക്ക് എഴുതാം എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ ഇവന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ടി എന്ന് പറയുന്നത് ഡി ഡിവൈഡഡ് ബൈ കെ പ്ലസ് 2D ഡിവൈഡഡ് ബൈ 3K പ്ലസ് മൂന്നാമത്തവന്റെ 3D ഡിവൈഡഡ് ബൈ 5K. കെ എല്ലാം കൂടെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ എപ്സിലോൺ 0 AK ഡിവൈഡഡ് ബൈ ഡി. കെയും ഡിയും ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. കെയും ഡിയെയും ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കിയുള്ളത് നമുക്ക് നോക്കുക. 1 പ്ലസ് 2/3 പ്ലസ് 3/5. ഇതിന്റെ LCM എടുക്കുന്ന സമയത്ത് എപ്സിലോൺ 0 AK ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു ഇതിന്റെ LCM 15, അതങ്ങ് മുകളിൽ പോകും. 15 ഡിവൈഡഡ് ബൈ 15 പ്ലസ് 10 പ്ലസ് 9. That is equal to 15 epsilon 0 AK divided by D into 34. This is the answer. ഇതിന്റെ LCM ഒക്കെ എടുക്കുന്നത് നിങ്ങൾ ചെയ്തോണം. ഈ എഴുതിയതുവരെ മനസ്സിലായാൽ ബാക്കി സോൾവ് ചെയ്യുന്നത് നിങ്ങളുടെ കഴിവ്. ഇത് മനസ്സിലാക്കുക. ഇനി ഇത് വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതൊരു കപ്പാസിറ്റി C1 C2 C3 they are connected in series. അപ്പോൾ അവിടെ വരുന്ന എഫക്റ്റീവ് കപ്പാസിറ്റി എന്തായിരിക്കണം? ഹിയർ ദ എഫക്റ്റീവ് കപ്പാസിറ്റി C1/C effective is equal to 1/C1 plus 1/C2 plus 1/C3. That is equal to C1 C2 C3 upon C1 C2 plus C1 C3 plus C2 C3. Therefore, C effective is equal to C1 C2 C3 divided by C1 C2 plus C1 C3 plus C2 C3.
ഇത് ഇത്ര എഴുതിക്കൊണ്ടിരിക്കരുത്, ഇത് ആദ്യമേ മനസ്സിലാക്കി. 3 capacitors are connected in series, then equivalent capacity is equal. This ഒന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അവരുടെ ഓരോരുത്തരുടെയും കപ്പാസിറ്റി നിങ്ങൾ C1 എത്രയാണെന്ന് നോക്കൂ. അതൊക്കെ നോക്കി വെക്കണം. ദാറ്റ് ഈസ് C1 is equal to epsilon 0 AK divided by D and C2 is equal to epsilon 0 A 3K divided by 2D. That is equal to epsilon 0 AK divided by D into 3 divided by 2. അതുപോലെ C3 is equal to epsilon 0 A into 5K divided by 3D. That is, it is equal to epsilon 0 AK divided by D into 5 divided by 3. ഒന്നുമില്ല, ഞാൻ അവരുടെ കെയും ഡിയുമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനി നമ്മൾ എടുക്കുമ്പോൾ ഓർക്കുക, ഇവിടെ നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റി ഇങ്ങനല്ലേ വരുന്നത്. എഫക്റ്റീവ് കപ്പാസിറ്റി ഇങ്ങനെ വരുമ്പോൾ എല്ലായിടത്തും എപ്സിലോൺ 0 AK by D ഉണ്ട്. അതിനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. എപ്സിലോൺ 0 AK by D ഇൻറ്റു C1 C2ന്റെ സ്ഥാനത്ത് ഈ വാല്യൂസ്, C1ന്റെ സ്ഥാനത്ത് 1, ഇവിടെ 1 ആണ്. ഇത് ഇവരെ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ C1 C2 C3യുടെ സ്ഥാനത്ത് എന്ത് വരും? 1 ഇൻറ്റു C2ന്റെ സ്ഥാനത്ത് 3/2 ഇൻറ്റു C3യുടെ സ്ഥാനത്ത് 5 divided by 3 divided by C1 C2, that is 1 into 3 divided by 2 plus C1 C3 1 into 5 divided by 3 plus C2 C3, that is equal to 3/2 into 5 divided by 3. 3 cancel ആയി. Therefore, this is equal to epsilon 0 AK divided by D into 3 cancel ആയാൽ, that is, it is equal to 5 divided by 2 divided by, ഇവിടെ LCM എടുക്കുമ്പോൾ എത്ര LCM എടുക്കണം? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 6നെ LCM ആയിട്ട് എടുക്കുക. 6നെ LCM ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 6 ഇവിടെ വരുമ്പോൾ 3, ദാറ്റ് ഈസ് 9 പ്ലസ് ഇവിടെ വരുമ്പോൾ 2 10 പ്ലസ് ഇവിടെ വരുന്ന സമയത്ത് 6 ആകുമ്പോൾ 15. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 AK ഡിവൈഡഡ് ബൈ D ഇൻറ്റു 5 divided by 2 ഇൻറ്റു 10 plus 25 34 divided by 6. 2ഉം 6ഉം കൂടെ ക്യാൻസൽ ആയി 3. Therefore, answer is equal to epsilon 0 AK divided by D into 15 divided by 34. രണ്ടും ഒരേ ആൻസർ തന്നെ കിട്ടി. ഇങ്ങനെയും ചെയ്യാം. ഇത് ഞാൻ ചെയ്തത് അങ്ങനെയല്ല. നമ്മൾ സാധാരണ എടുത്തിട്ട് ചോദിച്ചാൽ ഇവിടെ C1ന്റെ വാല്യൂ ഇത് മൊത്തം എടുത്തെഴുതും, ഇത് മൊത്തം എടുത്തിട്ട് അങ്ങനെ എഴുതരുത്. കോമൺ ആയിട്ട് വരുന്ന എല്ലാത്തിനെയും കൂടെ ഒറ്റയടിക്ക് അങ്ങ് മാറ്റി. ഇവിടെ എപ്സിലോൺ 0 AK by D ഉണ്ട്, ഇവിടെ എപ്സിലോൺ 0 AK by D ഉണ്ട്, ഇവിടെ അവരെ 3 പേരെയും മാറ്റി കഴിഞ്ഞാൽ പിന്നീട് C1ന്റെ സ്ഥാനത്ത് 1 എഴുതുക, C2ന്റെ സ്ഥാനത്ത് 3/2 എഴുതുക, അങ്ങനെ എഴുതി പോകണം. ചുമ്മാ ആൻസർ കിട്ടും. പറഞ്ഞ മനസ്സിലാവില്ല. അങ്ങനെയും ചെയ്യാം. കാരണം ചിലയിടത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം, ഇത് പാടായിരിക്കും. ഇവിടെ ഇതാണ് എളുപ്പം, ഇതും ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഐഡിയ ഉണ്ടെങ്കിൽ അതും കോംപ്ലിക്കേറ്റഡ് അല്ല, പെട്ടെന്ന് കിട്ടും. ഇത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ മനസ്സിൽ ആൻസർ വരാൻ പറ്റും. അതാണ് നമ്മുടെ എളുപ്പം. അപ്പൊ അങ്ങനെയും ചെയ്യാം. അപ്പൊ രണ്ടും പഠിച്ചു വയ്ക്കുക. ചിലയിടത്ത് ഇത് എളുപ്പമായിരിക്കും, ചിലയിടത്ത് അത് എളുപ്പമായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8. 2 capacitors of capacity 2C and C are joined in parallel എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വേണം. 2Cയും Cയും കൂടി പാരലായിട്ട് ജോയിൻ ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞിരിക്കുന്നു? And it is connected to a source of potential of V volt. അപ്പൊ ഇവന്റെ C ആണ്, ഇവന് V വോൾട്ട് കിട്ടും, ഇവന് V വോൾട്ട് കിട്ടും. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവരെ രണ്ടുപേരെയും ബാറ്ററി അഴിച്ചു മാറ്റുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. 2C V C V. അതിനുശേഷം എന്ത് ചെയ്യുന്നു? Battery is removed and the capacitor of capacity C is completely filled with a dielectric constant. ഇതിന്റെ ഇടയിലേക്ക് നമ്മളൊരു ഡൈഇലക്ട്രിക്കിനതായി എടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇവന്റേത് 2C ആണ്, ഇവന്റേത് 2C ആണ്, മാറ്റമില്ല. ഇവന്റേത് KC ആയിട്ട് മാറി. KC കാരണം ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് എ ന്യൂ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? V' ആയിട്ട് മാറും. ആ V' എത്ര? ഒന്നുമില്ല. Total charge by effective common potential is equal to common potential V' is equal to total charge. That is, ആദ്യമേ ഇത് കണക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള C1 V1, that is 2CV plus CV
divided by ഇവിടുത്തെ effective capacity, that is 2C plus KC. മനസ്സിലാവുന്നില്ല? ടോട്ടൽ ചാർജ് ബൈ എഫക്റ്റീവ് കപ്പാസിറ്റി. ഇവിടെ സികളെല്ലാം കൂടി ഇതാ ക്യാൻസൽ ആയിപ്പോയി. Therefore answer is equal to 2V plus V, that is 3V divided by 2 plus K or K plus 2. മനസ്സിലായി? അപ്പൊ ഇവിടെ എടുക്കേണ്ടത് C1 പ്ലസ് C2. അപ്പൊ ചോദിക്കും സാറേ ഇവിടുത്തെ ചാർജ് അല്ലേ സാറേ? അങ്ങനെ നിർബന്ധമില്ല. കാരണം ഇവിടുത്തെ ചാർജ് കംപ്ലീറ്റ് അവിടെ അതുപോലെ വരും. ഇവന്റെ കയ്യിൽ ചാർജ് ഇവിടെ ഇരിക്കുന്ന കുറെ ചാർജ് ഇപ്പുറത്തോട്ട് പോകും. ഇവിടെ അതൊന്നും വിഷയമല്ല. ഇവിടെ 100 ചാർജ് കൊണ്ട് ഇവിടെ 10 ചാർജ് ഉണ്ട്. കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ 30 ചാർജ് ആണെങ്കിൽ ഇവിടെ 80 ചാർജ് ഉണ്ട്. 80 പ്ലസ് 30 100. ഇത് 100 പ്ലസ്. അതുകൊണ്ട് ടോട്ടൽ ചാർജിനെ ഇവിടുത്തെ ചാർജിനെ എടുക്കണമെന്ന് ഒരു നിർബന്ധം. ഇവിടെ ചാർജ് എടുക്കാൻ വി അറിഞ്ഞൂടാ. അപ്പോൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ചാർജ് എടുക്കുക, കണക്ട് ചെയ്തതിന് ശേഷമുള്ള കപ്പാസിറ്റീവ് എടുക്കുക. അപ്പോൾ ടോട്ടൽ ചാർജ് ബൈ എഫക്റ്റീവ് കപ്പാസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു 3V ഡിവൈഡഡ് ബൈ 2 plus K, that is answer is equal to 3V divided by K plus 2 or 2 plus K. Okay? മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട്. അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9. For changing the capacitance of a given parallel plate capacitor, a dielectric material of dielectric constant K is used. അപ്പോൾ ഒരു കപ്പാസിറ്ററിന്റെ ഇടയിലേക്ക് ഒരു ഡയലക്ട്രിക്കിനെ എടുത്ത് നമ്മൾ വയ്ക്കുന്നു. Which has the same area of the plate of the capacitor. അതൊന്നും നമ്മുടെ ചുമ്മാതെ നമ്മൾ സാധാരണ തിയറിയിൽ പഠിക്കുന്ന എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് പറയുകയാണ്. The thickness of the dielectric is 3D divided by 4. 3/4. അതായത് ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ഇവിടെ ഇരിക്കുകയാണ്. ഈ കപ്പാസിറ്റി ഇവന്റെ കപ്പാസിറ്റി സി ആണ്. ഇവന്റെ കപ്പാസിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഡൈഇലക്ട്രിക്കിനെ എടുത്തത് ഇങ്ങനെ എടുത്ത് വെക്കും. 3/4 ഉണ്ട്. ഇത്രയും ഒരു ഡൈഇലക്ട്രിക്കിനെ എടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇതെത്രയാണ്? ഇവന്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ ഇതാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ എടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവന്റേത് 3D ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പൊ ഇത് D/4 ആണ്. ബാക്കി ഇതാണ് പുതിയ കപ്പാസിറ്റർ, ഇത് പഴയ കപ്പാസിറ്റർ. ഓക്കെ. Where D is the separation between the plates of parallel plate, the new capacitance C dash in terms of, അപ്പോൾ ഇവന്റെ ഒറിജിനൽ കപ്പാസിറ്റി C0. അപ്പോൾ ആദ്യം എഴുതുക C0 is equal to epsilon 0 A divided by D. ഇനി ഇവിടത്തെ കപ്പാസിറ്റി ഡൈഇലക്ട്രിക്കിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റി C dash is equal to epsilon 0 A by D minus T plus T divided by K. അറിയാമല്ലോ, ഒരു ഡൈഇലക്ട്രിക്കിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റി ഈസിക്കൽ എപ്സിലോൺ 0 A by, ഇനി ടിയുടെ വാല്യൂ എത്രയാണ്? ഇവിടെ ടിയുടെ വാല്യൂ 3D/4, ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ ഡി മൈനസ് 3D ഡിവൈഡഡ് ബൈ 4. 3D ഡിവൈഡഡ് ബൈ 4 പ്ലസ് 3D ഡിവൈഡഡ് ബൈ 4K. ഡി എല്ലാം കൂടെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു 1 മൈനസ് 3/4 പ്ലസ് 3/4K. കെയുടെ വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. കെയുടെ വാല്യൂ കെയുടെ ടേമിൽ തന്നെയാണ്. Therefore എപ്സിലോൺ 0 A by D എന്ന് പറയുന്നത് പഴയ കപ്പാസിറ്റി C0 ആണ്. Therefore C dash is equal to C0 divided by, ഇവിടെ LCM എടുക്കുക. ഞാൻ 4K LCM ആയിട്ട് എടുത്താൽ this is equal to 4K minus 3K plus 1. Sorry, plus 3. That is it is equal to C0 divided by 4K അങ്ങ് മേളിൽ പോകും. C0 into 4K മുകളിൽ പോയി. 4K minus 3K എത്രയാണ്? K. That is it is equal to K plus 3. This is the final answer. C dash is equal to C0 into 4K divided by K plus 3. C0 into 4K divided by K plus 3. That is answer. സാധാരണ നമ്മൾ പറയുന്ന ഇക്വേഷൻസ് ഉപയോഗിക്കാം. സമാധാനത്തോടുകൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണെങ്കിൽ കറക്റ്റ് ആൻസർ. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ പേടിച്ചു പോകരുത്. ഒന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 10, ദ സെയിം ക്വസ്റ്റ്യൻ. ഇവിടെ D/2 ആണെന്ന് മാത്രം. അപ്പോഴേ ഞാൻ പറയുന്നു ഞാനിപ്പോ ക്വസ്റ്റ്യൻ പോലും വായിക്കാതെ ഞാനങ്ങ് ചെയ്യാണ്. എനിക്ക് ക്വസ്റ്റ്യൻ അറിയാവുന്നുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ ക്വസ്റ്റ്യൻ എന്താണെന്ന്. ഇനിഷ്യൽ കപ്പാസിറ്റി C is equal to epsilon 0 A divided by D. Find a new capacity C dash is equal to epsilon 0 A divided by D minus T. T യുടെ വാല്യൂ D/2 plus D/2K. ഉണ്ടോ? എപ്സിലോൺ 0 A by thickness മൊത്തം ഇതാണ് കപ്പാസിറ്റി. അപ്പൊ മൊത്തം ഡിസ്റ്റൻസ് D ആണ്.
അതിന്റെ പകുതിയിൽ ഡൈഇലക്ട്രിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. d minus d by 2 എത്രയാണ്? d that is d is equal epsilon 0 a divided by d by 2 plus d by 2k. d യെ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ epsilon 0 a divided by d into d by 2 നെ പുറത്തെടുക്കുക. d by 2 നെ പുറത്തെടുത്തു കഴിഞ്ഞാൽ it is equal to 1 plus 1 by k. 2 അങ്ങ് മേളിൽ പോകുന്നു. that is it is equal to 2 അങ്ങ് മേളിൽ പോകും. ഈ 2 that is equal to epsilon 0 a divided by d into 1 plus 1 by k യുടെ LCM എടുക്കുമ്പോൾ k plus 1 divided by k മേളിൽ പോയി. ഇനി എന്താണെന്ന് നിങ്ങൾ നോക്കി. ഇനി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. In a parallel plate capacitor setup, the plate area of the capacitor is 2 meter square and plates are separated by a distance of 1 meter. അപ്പോൾ d യുടെ വാല്യൂ 1 മീറ്റർ ആണ്. പിന്നെ പ്ലേറ്റ് ഏരിയ 2 ആണ്. If the space between the plates are filled with a dielectric medium of thickness 0.5, അതായത് പകുതി d by 2 and area 2 meter square, അത് ആ പഴയ ഏരിയ തന്നെയാണ്. രണ്ടുപേരുടെ ഏരിയ സെയിം ആയിരിക്കണം. The capacitor setup will be. അപ്പൊ ഇവിടെ എന്ത് തന്നിരിക്കുന്നു? that is equal to 2 epsilon 0. ഏരിയയുടെ വാല്യൂ 2. k യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? k യുടെ വാല്യൂ 3.2 divided by d that is equal to 1 into k 3.2 plus 1. That is answer is equal to എന്ത് വരും? 4 into epsilon 0 into 3.2 divided by 4.2. ഇതും കൂടെ അപ്രോക്സിമേറ്റ്ലി ക്യാൻസൽ ആയി പോകും. വേണ്ട, ഇത് നോക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്. that will be dash into epsilon 0. ഡാഷ് എത്രയാണ് ഇവിടെ? that is equal to 4 into 3.2 divided by 4.2 epsilon 0. ഇതിനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ it is nearest integer എത്രയായിരിക്കും? 3 ആയിരിക്കും. therefore answer is 3. rounding of the nearest integer that is it is equal to 3 ആണ്. answer is 3. ഇതിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. 4 ഉം 4.2 കൂടെ ക്യാൻസൽ ആയി പോകും. അല്ലെങ്കിൽ 3.2 divided by 2.1 3.2 that is 32 divided by 21 ചെയ്ത് നോക്കുക. it is nearly 3 point something. അപ്പോൾ അതിനെ 3 ആയിട്ട് എടുത്തിരുന്നാൽ മതി. അതാണ് ഇതിന്റെ ആൻസർ. മനസ്സിലാവുന്നുണ്ടേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ. എന്തുവാണെന്നറിയാമോ? 4 identical rectangular plates with a length L is equal to 2 cm and breadth B is equal to 3 by 2 cm are arranged shown in the figure. The equivalent capacitance between A and C is equal to x epsilon 0 by d. The value of x is equal to എത്രയാണ്? ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ഇത് ഇങ്ങനെയാണ് നമ്മൾ അന്ന് അവിടെ ചെയ്തിരുന്നത്. ഇങ്ങനെയാണ് ക്ലാസ്സിൽ നമ്മൾ ജനറൽ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തപ്പോൾ ഞാൻ അവിടെ പഠിപ്പിച്ചു തന്നിരുന്നു. അത് നിങ്ങൾ ജനറൽ ഇക്വേഷൻ നോക്കുക. ഇതിനകത്ത് ഈ രണ്ട് പ്ലേറ്റുകളും കൂടി ഒന്നിച്ച് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ എ എന്നും ഇതിനെ ബി എന്നും എടുക്കുന്നു. ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരച്ചപ്പോൾ അന്ന് നമുക്ക് കിട്ടിയ ആൻസർ സി എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 2/3 സി എന്നാണ് കിട്ടിയത്. 2/3 സി ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 2/3 എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി. രണ്ട് കപ്പാസിറ്റേഴ്സ് പാരലലും അതിന്റെ എഫക്റ്റീവ് വന്ന് ഇങ്ങനെയാണ് നമ്മൾ വരച്ചത്. രണ്ട് കപ്പാസിറ്റേഴ്സ് പാരലലും ഒരുത്തൻ സീരീസിലും വരും. സി 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 ദാറ്റ് ഈസ് ഈക്വൽ ടു സി പ്ലസ് 2c. ഇവരുടെ എഫക്റ്റീവ് കപ്പാസിറ്റി എത്ര? സി ഇൻറ്റു 2c ഡിവൈഡ് ബൈ സി പ്ലസ് 2c. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 3c. ഇതാണ് നമ്മൾ. അപ്പൊ ഇത് സംഭവം കാണുമ്പോൾ ഉടനെ ഇത് ഇങ്ങനെയാണെന്ന് പിടികിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അവരുടെ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? ഏരിയ തന്നിട്ടില്ല. ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ 3 എപ്സിലോൺ 0 ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതി. എപ്സിലോൺ 0യും ഡിയെയും മാറ്റി എഴുതി. കാരണം എപ്സിലോൺ 0യുടെയും ഡിയുടെയും ടേമിലാണ് ആൻസർ കിടക്കുക. അത് പോയി കഴിഞ്ഞാൽ ഏരിയ എത്രയാണ്? ഏരിയ 2 ഇൻറ്റു 3/2. ലെങ്തും എടുത്തും തന്നിരിക്കുന്നു. ദാറ്റ് ഈസ് 2 ഇൻറ്റു 3/2. 2 ക്യാൻസൽ ആയപ്പോൾ 3 therefore ആൻസർ ഈസ് ഈക്വൽ ടു 2 എപ്സിലോൺ 0 ബൈ ഡി. അപ്പോൾ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കണം? എക്സിന്റെ വാല്യൂ നിയറസ്റ്റ് ടു 2 ഇന്റിജർ വാല്യൂ 2. ദാറ്റ് ഈസ് ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് നിങ്ങൾ മനസ്സിലായില്ല എന്ന് പറയരുത്. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ജനറൽ ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്ത സ്ഥാനത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി അത് കാണുക. അല്ലാതെ എല്ലായിടത്തും നമ്മൾ വിശദീകരിച്ചുകൊണ്ടേയിരിക്കില്ല. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 12. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ കുറെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്.
ഇതിന്റെ സെയിം വേറൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ എന്തോ പറ്റുന്നതെന്ന് അറിയാമോ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. 2 microfarad capacitor C1 is first charged to a potential difference of 10 volt. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? ഈ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് ഇവനെ അങ്ങ് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുമ്പോൾ ഈ 10 വോൾട്ട് ഇവന് കിട്ടും, ഇവനൊന്നും കിട്ടില്ല. ഈ 10 വോൾട്ട് ഇവന് കിട്ടും, ഇവനൊന്നും കിട്ടില്ല. അതിനുശേഷം എന്ത് ചെയ്യും? ബാറ്ററിയെ റിമൂവ് ചെയ്യും. അതിന്റെ അർത്ഥം ഇത് വീണ്ടും ഓപ്പൺ ആക്കും. ഓപ്പൺ ആക്കുമ്പോൾ ഇവന്റെ 10 വോൾട്ട് ആൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനിതാ ഇത് ക്ലോസ് ചെയ്യും. അപ്പൊ ഇവന് വോൾട്ടേജ് ഇല്ല. അപ്പൊ ശരിക്കും ഇവനും കൂടെ കണക്ട് ചെയ്യുമ്പോൾ വാട്ട് ഇസ് എ കോമൺ പൊട്ടൻഷ്യൽ എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെ ഉദ്ദേശിക്കേണ്ട കാര്യം ഇത്രയുമേ ഉള്ളൂ. നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടുന്നത് ഇവനെ ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്റി C1 എന്ന് പറയുന്ന സാധനം എന്താ ഇങ്ങനെ ഇരിക്കുകയാണ്. ശ്രദ്ധിച്ചോണേ, ഞാൻ പറയുന്നത് നന്നായിട്ട് മനസ്സിലാക്കുക. C1 is equal to 2 micro. അവന് നമ്മൾ ഇത് വെച്ച് ചാർജ് ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന വോൾട്ടേജ് V1 is equal to 10 വോൾട്ട്. ഇവിടെ രണ്ടാമത്തെ കപ്പാസിറ്റർ ഇരിക്കുന്നു, അവന്റെ കപ്പാസിറ്റി C2 is equal to 8 മൈക്രോ. അവന് വോൾട്ടേജ് ഇല്ല, V2 is equal to 0. ഇങ്ങനെയാണ് ഇരിക്കുക. ഇവനെ ചാർജ് ചെയ്യും. ബാറ്ററി റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന കണ്ടീഷൻ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിനെടുത്ത് ഇവനുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ഫിഗർ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാവും. ഇവൻ അൺചാർജ് ആണ്. അപ്പോൾ എന്ത് പറ്റി? ഇവിടെ നിന്ന് വോൾട്ടേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്ത് രണ്ടുപേരുടെയും വോൾട്ടേജ് കോമൺ ആയിട്ട് മാറും. കപ്പാസിറ്റിക്ക് മാറ്റമില്ല. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 മൈക്രോ ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 8 മൈക്രോ. വോൾട്ടേജ് മാറും, കാരണം ഇവന് വോൾട്ടേജ് ഇല്ല, ഇവന് വോൾട്ടേജ് ഉണ്ട്. ഈ വോൾട്ടേജ് ഇവിടെ നിന്ന് ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്ത് രണ്ടുപേരുടെയും വോൾട്ടേജ് കോമൺ ആയിട്ട് വരും. എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ചാർജ് ഓൺ C2 ഓൺ ഇക്വിലിബ്രിയം. ഇവന് കിട്ടിയ ചാർജ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. C2ന് കിട്ടുന്ന ചാർജ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേടെ. ആദ്യമേ ഇവിടെ കോമൺ പൊട്ടൻഷ്യൽ V കണ്ടുപിടിക്കുക. V is equal to C1 V1 plus C2 V2 divided by C1 plus C2. That is equal to 2 micro into 10 plus 8 micro into 0 divided by 2 micro plus 8 micro. That is it is equal to, that is 20 micro divided by 10 micro, that is equal to 2 volt. Common potential 2 volt. അപ്പൊ ഇവന്റെ ചാർജ് എത്രയാണ്? ചാർജ് ഓൺ C2. C2ന് കിട്ടുന്ന ചാർജ് വോൾട്ടേജ് ഇൻറ്റു 8 മൈക്രോ, ദാറ്റ് ഈസ് 8 മൈക്രോ ഇൻറ്റു 2 വോൾട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 16 മൈക്രോ കൂളംബ്. ദിസ് ഈസ് ദ ആൻസർ. അവിടെ ആൻസർ എത്രയാണ്? ഡാഷ് മൈക്രോ കൂളംബ്, ദാറ്റ് ഈസ് ആൻസർ ഈസ് ഈക്വൽ ടു 16. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇതേപോലെ ക്വസ്റ്റ്യൻ ഇനിയും വരുന്നുണ്ട്. അപ്പൊ ആദ്യമേ ഇവനെ വെച്ച് ചാർജ് ചെയ്യുമ്പോൾ ഇവന്റെ വോൾട്ടേജ് ഇവന് കിട്ടും, അവന് കിട്ടില്ല. അപ്പൊ ഇവൻ ചാർജിലാണ്, ഇവൻ അൺചാർജിലാണ്. പിന്നെ ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് ഇവരെ ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്ത് കോമൺ പൊട്ടൻഷ്യൽ ആയിട്ട് മാറും. ഇത് കാണുമ്പോൾ തന്നെ ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആദ്യത്തെ ഫിഗർ ഇതാണ്, രണ്ടാമത്തെ ഫിഗർ ഇതാണ്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 30. A parallel plate capacitor has plate area 100 meter square and a plate separation 10 meter. The space between the plate is filled up to a thickness of 5 meter. പകുതി with a material of dielectric constant 10. അതായത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അതിന്റെ പകുതി, അതിന്റെ ഡിസ്റ്റൻസ് D ആണെന്ന് എടുക്കുക. ഡിയുടെ വാല്യൂ 10 ആണ്. അതിന്റെ D/2 ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K കൊണ്ട് ഫില്ല് ചെയ്തു. മനസ്സിലാവുന്നുണ്ടേ? The resultant capacitor system is X picofarad. The value of epsilon 0 തന്നിട്ട് the value of X ന്റെ വാല്യൂ എത്രയാണ്? അപ്പൊ ഇവന്റെ എഫക്റ്റീവ് കപ്പാസിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഉടനെ നമ്മൾ എഴുതണം. കപ്പാസിറ്റി C is equal to epsilon 0 A by D minus T plus T divided by K. ഇത് 10ഉം 5 എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഡിയുടെ പകുതി എന്ന് എടുത്തത്. മൊത്തം ഡിസ്റ്റൻസ് 10 ആണ്, പകുതി 5 മീറ്ററിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സിമ്പിൾ അല്ലേ? അപ്പോൾ ദിസ് ആൻസർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D മൈനസ് D/2 പ്ലസ് D/2K. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D/2 പ്ലസ് D/2K.
That is, answer is equal to epsilon 0 a divided by d by 2 in a common ആയിട്ട് പുറത്തെടുത്താൽ 1 plus 1 by k. നമ്മൾ നേരത്തെ ചെയ്തതാണിത്. That is equal to 2 epsilon 0 a divided by k into ഇവിടെ LCM എടുക്കും, സോറി d. 2 epsilon 0 a by d. ഈ 2 ആണെങ്കിൽ മേളിപ്പോയി. 1 plus 1 by k. അതിന്റെ LCM എടുക്കുമ്പോൾ k plus 1 divided by k. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. That is, it is equal to 2 epsilon 0 8.85 into 10 raised to minus 12 into ഏരിയ എത്രയാണ് പറഞ്ഞത് 100. കെയുടെ വാല്യൂ എത്രയാണ് പറഞ്ഞിരിക്കുക? കെയുടെ വാല്യൂ 10 ഡിവൈഡഡ് ബൈ ഡിയുടെ വാല്യൂ എത്രയാണ് 10 into k plus 1, that is 10 plus 1. 10 ഉം 10 ഉം കൂടെ ക്യാൻസൽ ആയി. That is in the ബാക്കി ആൻസർ നിങ്ങൾ കണ്ടെത്തുക. 2 into 8.85 into 10 raised to minus 10. ഇത് പോയി ഡിവൈഡഡ് ബൈ 11. അതിനെ 10 എന്ന് എടുക്കുക. അതിനെ അങ്ങ് നിയർലി 10 എന്ന് എടുക്കുക. 10 എന്ന് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇറ്റ് ഈസ്. ഇതിനെ നിയർലി 10 എന്ന് എടുത്തു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ 2 into 8.85 into 10 raised to minus 11. That is, it is equal to nearly എത്ര വരും? 8.85 ഡബിൾ എത്രയാണ്? 17 പോയിന്റ്. നിയർലി ദാറ്റ് ഈസ് നിയർലി ഈക്വൽ ടു 17 point something into 10 raised to minus 11 or it is equal to 170 into 10 raised to minus 12. 12 എന്ന് പറയുന്ന പൈക്കോ ആണ്. Therefore, it is answer is nearly 170. അതിന്റെ 161. 170 എഴുതിയാലും കുഴപ്പമില്ല. ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 161 കിട്ടുമായിരിക്കണം. That is equal to 16.19 into 10 raised to minus 11. That is, it is equal to 161 into 10 raised to minus 12. നിങ്ങൾ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചോണം. ഇവിടെ വരെ ശരിയാണ്, ബാക്കി നിങ്ങൾ സോൾവ് ചെയ്യാം. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 14. 14th question. 27 similar drops of mercury are maintained at a 10 voltage. All these spherical drops combine to form a single drop. The potential energy of the bigger drop is dash times that of the smaller. അറിയാമല്ലോ, പൊട്ടൻഷ്യൽ എനർജി u dash is equal to n raised to 5 by 3 u. ഇവിടെ എത്ര ഡ്രോപ്പ് ആണ്? 27. അപ്പോൾ നമുക്ക് പറയേണ്ടത് ചേഞ്ച് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കണം? ദാറ്റ് ഈസ് here n is equal to 27, that is 27 raised to 5 divided by 3, that is equal to 3 raised to 5. 3 raised to 5 എത്രയാണെന്ന് നോക്കുക. that is answer. മനസ്സിലായല്ലേ? that is 3 raised to 5 എത്ര വരും? 3 into 3 into 3 into 3 into 3, that is equal to 81 into 3, that is equal to 243. This is the answer. അത് ഓർക്കുക, പൊട്ടൻഷ്യൽ എനർജി n raised to 5 by 3, വോൾട്ടേജ് n raised to 2 by 3, ചാർജ് nq, റേഡിയസും കപ്പാസിറ്റി n raised to 1 by 3. മറന്നു പോകരുത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 15. That if two identical capacitors, one connected in series, once connected in series connect ചെയ്യുമ്പോൾ C effective is equal to C1 is equal to C by 2 ആയിരിക്കും രണ്ടുപേര്. And once connected in parallel ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ C2 is equal to 2C ആയിരിക്കും. Then എന്താ ചോദിച്ചിരിക്കുന്നത്? C1 by C2, that is C1 divided by C2 is equal to C by 2 divided by 2C, that is equal to 1:4. C parallel divided by C series ആയിരുന്നെങ്കിൽ 4 by 1. C parallel divided by C series ആണെങ്കിൽ 4 by 1. C series divided by C parallel ആണെങ്കിൽ 1:4. പഠിച്ചു വയ്ക്കുക. അത് 2021 ഓൺലൈൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16. The capacitance of a parallel plate capacitor with air as medium is 6 micro. That is, capacity C is equal to 6 micro is equal to epsilon 0 A divided by D. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? With the introduction of a dielectric medium, the capacitance becomes 30 micro. That is, പുതിയ capacity C dash is equal to 30 micro is equal to epsilon 0 AK divided by D. Okay, what is the value of I? Permittivity of the medium. അപ്പോൾ ആദ്യമേ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 micro divided by 30 micro is equal to 1 by K or K is equal to 5. ചോദിച്ചിരിക്കുന്ന K ന്റെ വാല്യൂ അല്ല, ചോദിച്ചിരിക്കുന്നത് എന്താണ്?
Permittivity. Therefore, permittivity epsilon is equal to epsilon 0 k. That is equal to 8.85 into 10 raised to minus 12 into 5. That is equal to nearly 40, 45, 40, 44. That is nearly it is equal to 44 into 10 raised to minus 12, or it is equal to 0.44 into 10 raised to minus 10. That is the answer. This is the answer. It's a simple question. But K value and K value alla ചോദിച്ചിരിക്കുന്നത് ഒരിക്കൽ നമ്മുടെ കേരള എൻട്രൻസ് ചോദിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് കെയുടെ വാല്യൂ കൂടെ ഇവിടെ ആൻസർ ആയിട്ടുണ്ടായിരുന്നു 5 എന്നൂടെ കാണും. അപ്പോൾ നമ്മൾ ചിലര് ചാടിക്കയറി ഇതങ്ങ് എഴുതി കളയും. റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ല ചോദിച്ചിരിക്കുന്നത്, പെർമിറ്റിവിറ്റി. നമ്മൾ ഇത് കാണുമ്പോൾ സന്തോഷത്തിന് 5 കിട്ടി, 5 എടുത്തെഴുതും, ചെയ്യരുത്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ല ചോദിച്ചിരിക്കുന്നത്, പെർമിറ്റിവിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വാട്ട് ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം? Therefore this is the answer. Okay. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 17th question. A capacitance of a parallel plate air capacity is 10 micro. That is C is equal to 10 micro is equal to epsilon 0 A divided by D. In the dielectric constant of the medium to be introduced between the plates to double the capacity. Capacity double ചെയ്യാൻ വേണ്ടി 20 micro ആക്കാൻ വേണ്ടി R epsilon 0 AK divided by D. ഇത്രയും എന്ന് പറഞ്ഞാൽ 10 micron. Therefore 20 micro is equal to 10 micro into K. Therefore K is equal to 2. ഇത്ര എഴുതരുത്. കപ്പാസിറ്റി ഡബിൾ ചെയ്യണമെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 2 ഇൻട്രൊഡ്യൂസ് ചെയ്യണം. 5 ആക്കണമെങ്കിൽ 5 ഇൻട്രൊഡ്യൂസ് ചെയ്യണം. 10 ആക്കണമെങ്കിൽ 10 ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതൊക്കെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. കീമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റൻ നോക്കുക. ക്വസ്റ്റൻ നമ്പർ 80. A 5 microfarad capacitor is charged fully by a 220 volt supply. It is then disconnected from the supply and it is connected in series to another uncharged 2 microfarad capacitor. If the energy changed during the charge distribution is then the value of x to be nearest to the integer. സംഭവം അറിയാമോ? ഒരു 5 microfarad capacitor C1 is equal to 5 micro is charged to a voltage of 220 volt. It is then connected to another capacitor. Connected supply voltage source after removing it is then disconnected from the supply and is connected in series to another uncharged C2 is equal to 2.5 micro. Uncharged means voltage is equal to 0. ഇവരെ രണ്ടുപേരെയും കൂടി എടുത്ത് കണക്ട് ചെയ്യും. കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവരുടെ വോൾട്ടേജസ് ചേഞ്ച് ചെയ്ത് കോമൺ ആയിട്ട് മാറും. C1 is equal to 5 micro മാറ്റമില്ല. C2 is equal to 2.5 micro മാറ്റമില്ല. പക്ഷെ വോൾട്ടേജ് കോമൺ ആവും. ഇവിടെ ചോദിച്ചിരിക്കുന്ന കോമൺ വോൾട്ടേജ് ചോദിച്ചിരുന്നുവെങ്കിൽ C1 V1 plus C2 V2 divided by C1 plus C2. ഇവിടെ ചോദിച്ചിരിക്കുന്ന എനർജി ലോസ്റ്റ് ആണ്. അതിന് നമുക്കൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനർജി ലോസ്റ്റ് ഡെൽറ്റ U is equal to half C1 C2 divided by C1 plus C2 into V1 minus V2 the whole square. That is it is equal to half into C1. 5 micro into 2.5 micro divided by 5 micro plus 2.5 micro into വോൾട്ടേജ് എത്രയായിരുന്നു? 220 minus 0 the whole square. That is it is equal to half into 2.5 into 5. That is equal to 7.5. അല്ലേ? 12.5. 12.5 micro divided by 7.5 micro. ഇവിടെ മൈക്രോ സ്ക്വയർ വരും. ഇൻറ്റു 220 സ്ക്വയർ. ഒരു മൈക്രോ ക്യാൻസൽ ആയി. That is it is equal to 1 by 2 into 12.5 divided by 7.5 micro. Sorry, micro മുകളിൽ. Micro into 220 into 220. ഇച്ചിടെ ഞാൻ വെട്ടിത്തരാം, ബാക്കി നിങ്ങൾ ചെയ്തോണം. ഇതിനെ 3 ഉണ്ട്. 2.5 3ഉം ഇത് 5ഉം. Therefore answer is equal to 5 divided by 6. 5 by 6 ഉണ്ട്. 5 by 3 into 110 into 220. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് കണ്ടുപിടിക്കുക. അതിന്റെ ആൻസർ എത്രയാണോ ദാറ്റ്. ഇൻറ്റു 10⁻⁻6 ഉണ്ടേ മൈക്രോ. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഏകദേശം സംതിങ് വരും. ഇൻറ്റു 10⁻6 ചെയ്യുമ്പോൾ നിയറസ്റ്റ് ഇൻറ്റിജർ 4 ആയിരിക്കും. അത് നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കുക. അത് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഇതിന്റെ ആൻസർ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മളിപ്പോൾ ഏകദേശം ഒരു 18 ക്വസ്റ്റ്യൻസ്, നമുക്ക് ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ 36 ക്വസ്റ്റ്യൻസ് ആണ് ഇത് ചെയ്തിരിക്കുക.
അപ്പോൾ ഇന്ന് നമ്മൾ 18 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ ഇത് ക്വസ്റ്റ്യൻസ് മാത്രം കേൾക്കാനായിട്ട് ഇരിക്കരുത്. തിയറി പാർട്ടിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ക്ലാസ്സിന് പോകുന്നുണ്ടാകാം, പക്ഷേ നമ്മൾ ചിലപ്പോൾ അവിടെ കിട്ടാത്ത ചില പോയിന്റുകൾ എന്തെങ്കിലും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തിയറി പാർട്ടുകൾ നന്നായിട്ട് കാണുക. എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്, നന്നായിട്ട് തിയറി പാർട്ട് കാണുക. അതിൻ്റെ ജനറൽ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് ഓക്കെ. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാലൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, ബൈ.